നീത, നാസയുടെ ചാന്ദ്ര ദൗത്യം ആർടെമിസ് 2 4 മനുഷ്യരുമായിട്ട് തന്നെയാണ് അപ്പോൾ യാത്ര തിരിച്ചിരിക്കുന്നത്. ഒരു ചരിത്ര നിമിഷം തന്നെയാണ്. കാരണം 54 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷമാണ് മനുഷ്യൻ വീണ്ടും ചന്ദ്രനിലേക്ക് പോകുന്നത്. അത്രത്തോളം പ്രതീക്ഷയുള്ള ഒരു യാത്ര തന്നെയാണിത്. കാരണം 54 വർഷത്തെ കാത്തിരിപ്പ് എന്ന് പറയുന്നത് ചെറിയൊരു ഇടവേളയല്ല. കുറേയധികം ഗവേഷണങ്ങളും പഠനങ്ങളും എല്ലാം നടത്തിയതിനു ശേഷമാണ് ഈ ഒരു യാത്ര നടത്തുന്നത്. ഇന്ന് ഇന്ത്യൻ സമയം പുലർച്ചെ 4:06 നാസയുടെ ആർടെമിസ് ദൗത്യം രണ്ടാം ദൗത്യത്തിന്റെ വിക്ഷേപണം നടന്നത്. 4 പേരെ വഹിച്ചാണ് ഈ റോക്കറ്റ് ഫ്ലോറിഡയിലെ കെനഡി സ്പേസ് സെന്ററിൽ നിന്ന് കുതിച്ചുയർന്നത്. SLS എന്ന ഭീമൻ റോക്കറ്റിൽ നിന്ന് ഒറയോൺ എന്ന യാത്രാ പേടകത്തിലാണ് യാത്ര തിരിച്ചിരിക്കുന്നത്. ചന്ദ്രനിൽ അവസാനമായി മനുഷ്യനെ ഇറക്കിയ അപ്പോളോ 17 ദൗത്യത്തിന് ശേഷം ഇതാദ്യമായാണ് മനുഷ്യർ ഇത്ര ദൂരേക്കുള്ള ഒരു ബഹിരാകാശ യാത്ര നടത്തുന്നത്. വലിയൊരു പ്രതീക്ഷയുള്ള ഒരു യാത്ര തന്നെയാണ്. 3 പുരുഷന്മാരും 1 സ്ത്രീയും ആണ് ഈ ഒരു യാത്രയിൽ ഉള്ളതെന്ന് തന്നെയാണ് ഇതിന്റെ ഏറ്റവും വലിയൊരു മറ്റൊരു പ്രത്യേകത. മനുഷ്യരെ വഹിക്കുന്ന ഒരു പേടകം 54 വർഷങ്ങൾക്ക് ശേഷം ചന്ദ്രനെ ലക്ഷ്യമാക്കി പുറപ്പെടുന്നു എന്ന് പറയുന്നത് തന്നെ അത്രത്തോളം പ്രതീക്ഷ നൽകുന്നതൊന്നു തന്നെയാണ്. 10 ദിവസം കൊണ്ടാണ് ചന്ദ്രനെ ചുറ്റി തിരിച്ചു വരാനുള്ള ഒരു ദൗത്യ ലക്ഷ്യം തന്നെയാണ് ഇതിന് പിന്നിലുള്ളത്. എന്നാൽ 10 ദിവസത്തെ ദൗത്യത്തിനിടെ സംഘാംഗങ്ങൾ ചന്ദ്രനിൽ ഇറങ്ങില്ല. പകരം പേടകത്തിന്റെ ജീവൻ രക്ഷാ സംവിധാനങ്ങളടക്കം പരീക്ഷിക്കുന്നതിന് വേണ്ടിയാണ് ഈ യാത്ര നടത്തുന്നത്. അതുകൊണ്ട് തന്നെ ആ പരീക്ഷണങ്ങൾക്ക് ശേഷം ചന്ദ്രന് ചുറ്റും പേടകത്തിൽ അതിവേഗം കറങ്ങുകയാണ് ഈ ദൗത്യത്തിന്റെ ലക്ഷ്യം. ആയതിനാൽ തന്നെ ഈ യാത്രയുടെ പ്രഥമ ലക്ഷ്യം ചന്ദ്രനുമായി ബന്ധപ്പെട്ട ചുറ്റുഭാഗങ്ങൾ നിരീക്ഷിക്കുക എന്നതാണ്. അതിനുശേഷമായിരിക്കാം ഇനി മനുഷ്യനെ വഹിച്ചുള്ള ചന്ദ്രനിലേക്ക് ഇറങ്ങാനുള്ള ഒരു ദൗത്യം എത്തുക എന്ന് തന്നെയാണ് പറയുന്നത്. ഒരു ബഹിരാകാശ വാഹനം മനുഷ്യരുമായി ചെന്നിട്ടില്ല അത്രയും ദൂരത്തിൽ എത്താൻ വേണ്ടിയുള്ള ഒരു യാത്ര. അതായത് ഇതിന്റെ ഗവേഷകർ തന്നെ പറയുന്നുണ്ട്, ഇത്രത്തോളം ദൂരം ഒരു സ്ഥലത്തും ഇതുവരെയും ചരിത്രത്തിലൊന്നും ഇത്ര ദൂരത്തിൽ ഒരു ബഹിരാകാശ യാത്ര നടത്തിയിട്ടില്ല. അതിനാൽ തന്നെ ഈ യാത്രയിൽ 4 പേർക്കും കൂട്ടായി റൈസ് എന്ന ഒരു ചെറു പാവയും രൂപകൽപ്പന ചെയ്തിട്ടുണ്ട്. ചന്ദ്രനിലേക്ക് യാത്ര തിരിച്ച 4 പേരും കെനഡി സ്പേസ് സെന്ററിലെ പ്രത്യേക ക്യാൻഡിനൽ സംവിധാനത്തിലായിരുന്നു. ഇവരുടെ ക്വാറന്റൈൻ സംവിധാനം കഴിഞ്ഞതിന് ശേഷമാണ് ഇവർ യാത്ര തിരിച്ചത്. ഉറക്കവും ഭക്ഷണവും ജലപാനമൊക്കെ പോലും കർശന നിയന്ത്രണത്തിലായിരുന്നു ഇവർക്ക് നൽകിയിരുന്നത്. ചന്ദ്രദൗത്യത്തിന്റെ ഭാഗമാകുന്ന ആദ്യ സ്ത്രീയാണ് ക്രിസ്റ്റീന കോശ്. വിക്ടർ ഗ്ലോവർ ആദ്യത്തെ കരസ്ഥവർഗക്കാരനും ജെറമി ഹാൻസൺ ആകട്ടെ ആദ്യ അമേരിക്കൻ ഇതര സഞ്ചാരിയുമാണ് ഈ യാത്രയിലുള്ളത്. 32 നിലകൾ ഉള്ളതാണ് ഈ സ്പേസ് ലോഞ്ച് സിസ്റ്റം. അതായത് ഇവരുടെ റോക്കറ്റ് എന്ന് പറയുന്നത് 34 നിലകൾ കൊണ്ടുണ്ടാക്കിയതാണ്. ഫെബ്രുവരിയിലായിരുന്നു ഹൈഡ്രജൻ ഇന്ധനം ചോർച്ചയും ഹീലിയം പോലുള്ള കുറച്ച് കാരണങ്ങൾ കൊണ്ട് തടസ്സപ്പെട്ടതും കുറച്ച് സാങ്കേതികമായ കാലതാമസം മറികടന്നാണ് ആർടെമിസ് ഈ ദൗത്യം പിന്നീട് മാറ്റിവെക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നത്. എന്നാൽ ഇപ്പോൾ ആ ദൗത്യം വീണ്ടും കുതിച്ചുയരുമ്പോൾ അത്രത്തോളം പ്രതീക്ഷകൾ തന്നെയാണ് ബഹിരാകാശ സഞ്ചാരികൾക്കും ഇത് ശാസ്ത്രലോകത്തും നൽകുന്നത്. ശരിക്കും പറഞ്ഞാൽ ഇത് ഭാവിയിലെ ചന്ദ്രനിലേക്കുള്ള യാത്രകൾക്കുള്ള ഒരു നിർണായകമായ പരിശീലനമായി കണക്കാക്കപ്പെടുന്ന ഒന്ന് തന്നെയാണ്. ഈ ദൗത്യം അത്രത്തോളം പ്രാധാന്യമാണുള്ളത്. വരും തലമുറയ്ക്ക് പോലും ഇത് വലിയൊരു ചരിത്ര നിമിഷമായിട്ട് തന്നെയാണ് രേഖപ്പെടുത്തുന്നത്. ലാൻഡിംഗ് മിഷനേക്കാൾ ഒരു ഫ്ലൈ ബൈ മിഷനായിട്ടാണ് ഇതിനെ കണക്കാക്കപ്പെടുന്നത്. ഓറിയൻ ക്യാപ്സ്യൂൾ ഭൂമിയുടെ ഭ്രമണപഥത്തിൽ എത്തിയതിനു ശേഷം ചന്ദ്രനെ ലക്ഷ്യമാക്കി 1000 കണക്കിന് കിലോമീറ്റർ ദൂരം സഞ്ചരിക്കുമെന്നാണ് പറയുന്നത്. ഡീപ് സ്പേസ് സാഹചര്യങ്ങളിൽ പേടകത്തിന് നിയന്ത്രണം, ആശയവിനിമയം, ജീവൻ രക്ഷാ സംവിധാനങ്ങൾ എന്നിവ വിലയിരുത്തുന്നതിന് വേണ്ടിയാണ് ഈ മാറ്റം ഈ ദൗത്യത്തിന്റെ പ്രധാന ലക്ഷ്യങ്ങളിൽ ഉൾപ്പെടുത്തുന്നത്. എന്തായാലും ഭൂമിയുടെ അന്തരീക്ഷത്തിലേക്ക് ഇവ വീണ്ടും പ്രവേശിക്കുന്നതോടെ 10 ദിവസത്തെ പറക്കൽ അവസാനിക്കുകയാണ്. 10 ദിവസമാണ് ഇതിന്റെ ഒരു ദൗത്യ ലക്ഷ്യം എന്ന് പറഞ്ഞിരിക്കുന്നത്. തുടർന്ന് പസഫിക് സമുദ്രത്തിൽ പതിക്കുന്നതിന് മുമ്പ് ബഹിരാകാശ പേടകത്തിന്റെ ഹീറ്റ് ഷീൽഡിന്റെ പ്രകടനം വിദഗ്ധർ പരിശോധിച്ച് ഉറപ്പുവരുത്തുമെന്നാണ് അറിയുന്നത്. അതിനുശേഷമാണ് പസഫിക് സമുദ്രത്തിലേക്ക് ഈ പേടകം വന്നിറങ്ങുക. അതിനുശേഷം വീണ്ടും ഈ സഞ്ചാരികളെ ക്വാറന്റൈനിലേക്ക് തന്നെ വീണ്ടും തിരിച്ചു കൊണ്ടുപോകും. 10 ദിവസത്തെ യാത്രയാണെങ്കിൽ പോലും അത്രത്തോളം സഞ്ചാരം എന്ന് പറയുന്നത് അത്രത്തോളം ദൂരേക്കുള്ള ഒരു യാത്രയായതുകൊണ്ട് തന്നെ വലിയ ഒരു ഇവരുടെ ആരോഗ്യപരമായിട്ട് തന്നെ വലിയ മാറ്റങ്ങൾ ഇവർക്ക് സംഭവിക്കുമെന്ന് തന്നെയാണ് വിലയിരുത്തപ്പെടുന്നത്. അതിനാൽ തന്നെ അത്രത്തോളം സൂക്ഷ്മമായിട്ടുള്ള വിശകലനവും പരീക്ഷണങ്ങളും എല്ലാം കഴിഞ്ഞ് മടങ്ങിയെത്തുന്ന ഇവർക്ക് അത്രത്തോളം ചികിത്സാ രീതികളൊക്കെ നൽകുമെന്നും നാസ അറിയിക്കുന്നുണ്ട്. എന്തായാലും നാസ ഇവരുടെ നീക്കങ്ങൾ നിരീക്ഷിച്ചു വരികയാണ്. നമുക്കറിയാം 1972 അപ്പോളോ 17 ദൗത്യത്തിന് ശേഷം
ചന്ദ്രന്റെ ഭ്രമണപഥത്തിലേക്ക് മനുഷ്യനെ വഹിച്ചു കൊണ്ടുപോകുന്ന ആദ്യ ദൗത്യം കൂടിയാണ് ആർട്ടിമിസ് 2. അപ്പോളോ 17 സംഘം ചന്ദ്രോപരിതലത്തിൽ കാൽ കുത്തിയെങ്കിൽ ആർട്ടിമിസ് അംഗങ്ങൾ ഇവർ ഓറിയോൺ പേടകം 10 ദിവസം കൊണ്ട് ചന്ദ്രനെ വലം വെച്ച് ഭൂമിയിലേക്ക് തിരിച്ചു വരികയാണ് ലക്ഷ്യമിടുന്നത്. ഏകദേശം 2022 അവസാനം നടന്ന ആളില്ലാ ചന്ദ്ര ദൗത്യമായ ആർട്ടിമിസ് 1 വലിയൊരു വിജയമായിരുന്നു. അന്ന് ഓറിയോൺ പേടകം യാത്രികരെ വഹിക്കാതെ തന്നെ ചന്ദ്രനെ വിജയകരമായി ചുറ്റി ഭൂമിയിലേക്ക് മടങ്ങി വരുന്ന കാഴ്ച നമ്മൾ കണ്ടിരുന്നു. ചൈനയ്ക്ക് മുൻപേ മനുഷ്യനെ ചന്ദ്രനിൽ ഇറക്കുക എന്നതായിരുന്നു അമേരിക്കയുടെ ഒരു ലക്ഷ്യം. എന്നാൽ പുതിയ പദ്ധതി അനുസരിച്ച് ആർട്ടിമിസ് 4ാം ദൗത്യത്തിലാകും ആ കാൽവെപ്പ് നമുക്ക് ഇനി പ്രതീക്ഷിക്കേണ്ടത്. കാരണം ആർട്ടിമിസ് ഈ ദൗത്യവുമായി ബന്ധപ്പെട്ട് മനുഷ്യൻ അവിടേക്ക് പോയി അവിടുത്തെ യാത്രകൾ, അവിടുത്തെ സൗകര്യങ്ങൾ എല്ലാം പഠിച്ച് കണ്ട് വിശകലനം നടത്തിയതിനു ശേഷമായിരിക്കാം അടുത്ത പദ്ധതി ഉണ്ടാകുക. അങ്ങനെയെങ്കിൽ ആർട്ടിമിസ് 4ാം ദൗത്യത്തിലായിരിക്കും ആ ചന്ദ്രനിലുള്ള മനുഷ്യന്റെ കാൽവെപ്പ് നടക്കുക. ആ ഒരു ചരിത്ര നിമിഷം നമ്മൾ കാണണമെങ്കിൽ ആ ഒരു ദൗത്യത്തിലേക്ക്, ആർട്ടിമിസ് 4ാം ദൗത്യത്തിലേക്ക് വേണ്ടി കാത്തിരിക്കേണ്ടി വരും. അതെല്ലാം ആർട്ടിമിസ് 2ന്റെ വിജയത്തെ തന്നെ ആശ്രയിച്ച് തന്നെയായിരിക്കും ഉണ്ടാവുക. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.